ലോക ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ വംശഹത്യകളിൽ ഒന്നിന്റെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു ജനതയെ മുഴുവൻ തങ്ങളുടെ മാതൃഭൂമിയിൽ നിന്ന് കന്നുകാലികളെ പോലെ ഇരുമ്പ് തീവണ്ടികളിൽ കുത്തി നിറച്ച് വിജനമായ മരുഭൂമികളിലേക്ക് നാടുകടത്തിയ ഭീകരമായ സൈനിക ദൗത്യം ഓപ്പറേഷൻ ലെൻഡിൻ, അഥവാ റഷ്യൻ ഭാഷയിൽ ചെചവിൽസ. ആ പേര് പോലും ആ ജനതയുടെ അഭിമാനത്തെ പരിഹസിക്കുന്നതായിരുന്നു. ഒരു വശത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിതമായ പീരങ്കി മുഴക്കങ്ങൾ ലോകത്തെ വിറപ്പിക്കുമ്പോൾ, മറുവശത്ത് സ്വന്തം രാജ്യത്തെ നിരപരാധികളായ പൗരന്മാർക്ക് നേരെ ഒരു ഏകാധിപതി അഴിച്ചുവിട്ട സമാനതകളില്ലാത്ത ക്രൂരതയുടെ കഥയാണിത്. മാപ്പർഹിക്കാത്ത കൊടുംചതിയുടെയും ചോരയിട്ടുന്ന വംശഹത്യയുടെയും അതിനെ അതിജീവിച്ച ഒരു ജനതയുടെ അമാനുഷിക ശക്തിയുടെയും നടുക്കുന്ന വഴികളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഈ ദുരന്തത്തിന്റെ അടിവേരുകൾ കിടക്കുന്നത് 1944 രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടത്തിലാണ്. സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ അതിർത്തികളിൽ നാസി ജർമ്മനിയുമായി അതിരൂക്ഷമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഈ സമയത്താണ് സോവിയറ്റ് യൂണിയന്റെ കിഴക്കൻ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ വടക്കൻ കോക്കസസ് പർവ്വത മേഖലയിലേക്ക് മോസ്കോയുടെ കണ്ണ് പതിക്കുന്നത്. ചെച്നിയ, ഇംഗുഷേത്തിയ എന്നീ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ചെച്ചൻ, ഇംഗുഷ് ജനവിഭാഗങ്ങൾ പാരമ്പര്യമായി സ്വാതന്ത്ര്യകാംക്ഷികളായിരുന്നു. റഷ്യൻ സാമ്രാജ്യത്വത്തിനെതിരെ പതിറ്റാണ്ടുകളായി പോരാടിയ ധീരമായ ചരിത്രമായിരുന്നു അവരുടേത്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ഇവരുടെ മണ്ണ് പിടിച്ചെടുത്തത് മുതൽ അധിനിവേശത്തിന്റെ ഇരുമ്പ് മുഷ്ടിക്കെതിരെയും സ്വാതന്ത്ര്യത്തിനായും പോരാടുക എന്നത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നു. 1940-ൽ ഹസൻ ഇസ്രൈലോവ് എന്ന പ്രശസ്ത കവിയും പത്രപ്രവർത്തകനുമായ വിപ്ലവകാരിയുടെ നേതൃത്വത്തിൽ ചെച്ചൻ മലനിരകളിൽ സോവിയറ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായ ഒരു ഗറില്ല പ്രക്ഷേപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ എല്ലാ ഭീകരതയോടും കൂടെ പാരമ്യത്തിലെത്തുന്നത്. സോവിയറ്റ് യൂണിയന്റെ പരമാധികാരിയായ ജോസഫ് സ്റ്റാലിനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും ഭീതിതമായ NKVD എന്ന രഹസ്യാന്വേഷണ സുരക്ഷാ വിഭാഗത്തിന്റെ തലവനുമായ ലാവ്രന്തി ബെറിയയും വടക്കൻ കോക്കസിനെ കുറിച്ച് വലിയൊരു ആരോപണം ഉന്നയിച്ചു. ചെച്ചൻ, ഇംഗുഷ് ജനവിഭാഗങ്ങൾ നാസി ജർമ്മനിയുമായി ചേർന്ന് സോവിയറ്റ് യൂണിയനെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നതായിരുന്നു ആ ആരോപണം. എന്നാൽ വസ്തുത എന്തെന്നാൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി പട കോക്കസസ് പർവ്വത നിരകളുടെ വലിയൊരു ഭാഗത്തേക്ക് എത്തിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതിനു പുറമെ 40,000-ത്തിലധികം വരുന്ന ചെച്ചൻ യുവാക്കൾ സോവിയറ്റ് യൂണിയന്റെ റെഡ് ആർമിയിൽ ചേർന്ന് നാസികൾക്കെതിരെ മുൻനിരയിൽ ചോര ചിന്തി പോരാടുന്നുമുണ്ടായിരുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, സോവിയറ്റ് യൂണിയന്റെ പരമോന്നത സൈനിക ബഹുമതികൾ നേടിയ ചെച്ചൻ വീരന്മാർ അതിർത്തിയിൽ രാജ്യത്തിനായി പോരാടുമ്പോഴാണ് അവരുടെ കുടുംബങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ മോസ്കോയിൽ ഗൂഢാലോചന നടന്നത്. സത്യത്തിൽ നാസി സഹകരണം എന്നത് ലോകത്തിന് മുന്നിൽ പറയാനുണ്ടാക്കിയ ഒരു പുകമറ മാത്രമായിരുന്നു. റഷ്യൻ ആധിപത്യത്തിന് ഒരിക്കലും വഴങ്ങാത്ത ഇസ്ലാമിക ആചാരങ്ങളും സ്വന്തം സംസ്കാരവും ആത്മാഭിമാനത്തോടെ മുറുകെ പിടിച്ച ആ മലയോര ജനതയെ സ്വന്തം മണ്ണിൽ നിന്ന് ശാശ്വതമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു സ്റ്റാലിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ വംശഹത്യ കൃത്യമായി പ്ലാൻ ചെയ്യാനായി ബെറിയ തയ്യാറാക്കിയ കോഡ് നാമമായിരുന്നു ഓപ്പറേഷൻ ലെൻഡിൻ. റഷ്യൻ ഭാഷയിൽ ഇതിനെ ചെചവിൽസ എന്ന് വിളിച്ചു. പരിപ്പ് അല്ലെങ്കിൽ ലെൻഡിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ചെച്ചൻ എന്ന വാക്കുമായുള്ള കേവല ശബ്ദസാമ്യവും ആ ജനതയെ കേവലം ധാന്യമണികളെ പോലെ എറിഞ്ഞു കളയാമെന്ന കൊളോണിയൽ അഹങ്കാരവുമായിരുന്നു ആ പേരിടലിന് പിന്നിൽ. 1944 ഫെബ്രുവരിയുടെ തുടക്കത്തിൽ സുന്ദരമായ വടക്കൻ കോക്കസസ് പർവ്വത നിരകളിലേക്ക് ലക്ഷക്കണക്കിന് സോവിയറ്റ് സൈനികരും NKVD ഭടന്മാരും ഒഴുകിയെത്തി. എന്നാൽ വരാൻ പോകുന്ന മഹാദുരന്തത്തെക്കുറിച്ച് അവിടുത്തെ പാവം ഗ്രാമീണർക്ക് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. തകർന്ന റോഡുകളും പർവ്വത പാതകളും പുനർനിർമ്മിക്കാനും യുദ്ധത്തിനായുള്ള പ്രത്യേക സൈനിക പരിശീലനത്തിനുമായി എത്തിയതാണെന്ന് സൈന്യം ജനങ്ങളെ വിശ്വസിപ്പിച്ചു. സ്വന്തം നാടിനെ സംരക്ഷിക്കാൻ വന്ന സൈനികരാണെന്ന് കരുതി അവിടുത്തെ ആതിഥ്യ മര്യാദയുള്ള ഗ്രാമീണർ ആ സൈനികരെ സ്വന്തം വീടുകളിൽ സ്വീകരിച്ചു. അവർക്ക് തങ്ങളുടെ ഏറ്റവും നല്ല ഭക്ഷണവും ഉറങ്ങാൻ ചൂടുള്ള ഇടവും നൽകി. ഗ്രാമീണരോടൊപ്പം ആഴ്ചകളോളം ഒരേ മേശയിലിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച സൈനികർ അണിയറയിൽ തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള മരവിപ്പിക്കുന്ന മരണപ്പട്ടിക തയ്യാറാക്കുകയാണെന്ന് ആ നിഷ്കളങ്കരായ മനുഷ്യർ അറിഞ്ഞിരുന്നില്ല. ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണവും ആയുധങ്ങളുടെ അവസ്ഥയും വാഹനങ്ങളുടെ ലഭ്യതയും സോവിയറ്റ് സൈന്യം അതിസൂക്ഷ്മമായി രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ ആ കറുത്ത ദിവസം ആഗതമായി. 1944 ഫെബ്രുവരി 23 സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ റെഡ് ആർമി ഡേ വലിയ ആഘോഷമായി കൊണ്ടാടുന്ന പവിത്രമായ ദിവസം. അന്ന് പുലർച്ചെ കനത്ത മഞ്ഞുവീഴ്ചയുള്ള സമയത്ത് ഗ്രാമങ്ങളിലെ പ്രധാന കവലകളിലും പൊതു മൈതാനങ്ങളിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെന്ന വ്യാജേന
ആളുകളെയും യുവാക്കളെയും സൈന്യം വിളിച്ചുകൂട്ടി. അവർ ചിരിച്ചുകൊണ്ട് പുൽമൈതാനങ്ങളിലേക്ക് നടന്നെടുത്തു. പെട്ടെന്നാണ് റേഡിയോ തരംഗങ്ങളിലൂടെയും സൈനിക സ്പീക്കറുകളിലൂടെയും ആ വിനാശകരമായ സന്ദേശം മുഴങ്ങിയത്. കോഡ് വേർഡ് പാന്തർ. ആ ഒരൊറ്റ വാക്ക് മുഴങ്ങിയതോടെ പർവ്വത നിരകളിലെ അന്തരീക്ഷം മരവിച്ചു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വന്ന പുരുഷന്മാരെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് തോക്കിൻ മുനയിൽ സൈന്യം വളഞ്ഞു. തുടർന്ന് പ്രദേശം മുഴുവൻ അടിയന്തര കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടു. തോക്കുകളേന്തിയ NKVD ഭടന്മാർ ഓരോ വീടുകളിലേക്കും ഇരച്ചു കയറി. ഉറങ്ങിക്കിടന്ന പിഞ്ചുകുട്ടികളെയും വയോധികരെയും രോഗികളെയും ഗർഭിണികളെയും അവർ തോക്കിൻ ചുവടുകൾ കൊണ്ട് തെരുവിലേക്ക് വലിച്ചിറക്കി. എല്ലാ വീടുകളിലും മരണവേദനയുടെ നിലവിളികൾ അലയടിച്ചു. അവർക്ക് തയ്യാറാകാൻ നൽകിയ സമയം വെറും 15 മുതൽ 20 മിനിറ്റ് മാത്രമായിരുന്നു. സ്വന്തം മാതൃരാജ്യത്തോട് എന്നേക്കുമായി വിട പറയാൻ, സ്വന്തം ജീവന്റെ സമ്പാദ്യങ്ങളോ ഉടുതുണിക്ക് മറുതുണിയോ എടുക്കാൻ പോലും അവർക്ക് സമയം ലഭിച്ചില്ല. കൊണ്ടുപോകാൻ സാധിക്കുന്നത് വെറും ചുരുങ്ങിയ ആഹാരം മാത്രം. ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചവരെയോ ചോദ്യം ചെയ്തവരെയോ എല്ലാം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സൈനികർ ക്രൂരമായി വെടിവെച്ച് കൊന്നു. കണ്ണീരും നിലവിളികളും കൊണ്ട് ആ മലനിരകൾ വിറച്ചു. സ്വന്തം കന്നുകാലികളെയും തലമുറകളുടെ ഓർമ്മകളെയും ജന്മം നൽകിയ വീടുകളെയും ഉപേക്ഷിച്ച് ആ ജനത തോക്കിൻ മുനയിൽ കിലോമീറ്ററുകളോളം മഞ്ഞിലൂടെ നടക്കാൻ നിർബന്ധിതരായി. എന്നാൽ ഇതിലും വലിയൊരു ഭീകരത അവിടെ നടക്കാനുണ്ടായിരുന്നു. കനത്ത മഞ്ഞിൽ നടക്കാൻ കഴിവില്ലാത്ത രോഗികളെയും പ്രായമായവരെയും നവജാത ശിശുക്കളെയും സോവിയറ്റ് സൈന്യം എന്തു ചെയ്തു? ഖൈബാബ് എന്ന മലയോര ഗ്രാമത്തിൽ നടന്ന സംഭവം മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദാരുണമായ വംശഹത്യകളിൽ ഒന്നാണ്. കനത്ത മഞ്ഞുവീഴ്ച കാരണം അവിടുത്തെ 400-ലധികം വരുന്ന വയോധികരെയും ഗർഭിണികളെയും രോഗികളായ കുട്ടികളെയും മലയിറക്കി താഴ്വരയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ സാധിക്കില്ലെന്ന് സോവിയറ്റ് കമാൻഡർ ബെക്രോവ് ഖ്വേഷിയാനി മനസ്സിലാക്കി. അദ്ദേഹം തന്റെ മേലധികാരിയായ ലാവ്റന്തി ബെറിയയോട് ടെലഗ്രാം വഴി നിർദ്ദേശം ചോദിച്ചു. ലഭിച്ച മറുപടി മരവിപ്പിക്കുന്നതായിരുന്നു. ദൗത്യം തടസ്സപ്പെടുത്തരുത്, ആരെയും പിന്നിൽ ഉപേക്ഷിക്കരുത്. തുടർന്ന് ആ 400-ലധികം വരുന്ന നിരപരാധികളായ മനുഷ്യരെ ഖ്വേഷിയാനി ഒരു വലിയ കുതിരപ്പന്തിയിലേക്ക് തള്ളിവിട്ടു. അതിനുശേഷം വാതിലുകൾ പുറത്തുനിന്ന് മരത്തടികൾ വെച്ച് കൂട്ടി, ചുറ്റും വൈക്കോൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. ജീവനോട് വെന്തുരുകിയ ആ പാപങ്ങളുടെ ഭീതിജനകമായ നിലവിളി ആ മലനിരകളിൽ അലയടിച്ചുയർന്നു. തീജ്വാലകളെ തുളച്ച് മരവാതിലുകൾ തകർത്ത് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ച പ്രാണവേദനയിലുള്ള മനുഷ്യരെ പന്തിക്ക് ചുറ്റും നിന്ന സൈനികർ യന്ത്രത്തോക്കുകൾ കൊണ്ട് സദയം വെടിയുതിർത്ത് വീഴ്ത്തി. കുതിരപ്പന്തി ശാന്തമാകും വരെ അവർ വെടിയുതിർത്ത് കൊണ്ടേയിരുന്നു. ഇതിന്റെ പേരിൽ പിന്നീട് ബെറിയ ഈ കമാൻഡറെ മെഡൽ നൽകി ആദരിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ മറ്റു പല ഗ്രാമങ്ങളിലും നടക്കാൻ കഴിയാത്ത രോഗികളെയും പ്രായമായവരെയും വഴിയിലുടനീളം സൈന്യം വെടിവെച്ച് കൊല്ലുകയോ അടുത്തുള്ള മരവിച്ച നദികളിലേക്കും കിണറുകളിലേക്കും ജീവനോടെ തള്ളിവിടുകയോ ചെയ്തു. തുടർന്ന് താഴ്വരയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിച്ച 5 ലക്ഷത്തോളം വരുന്ന ചെച്ചൻ ഇംഗുഷ് ജനതയെ മൃഗങ്ങളെ പോലെ കന്നുകാലി വണ്ടികളിലേക്ക് തിക്കി കയറ്റി. ഒരു വണ്ടിയിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ 3-4 ഇരട്ടി ആളുകളെയാണ് ശ്വാസം മുട്ടുന്ന രീതിയിൽ അടച്ചുകൂട്ടിയത്. കഠിനമായ തണുപ്പിൽ നിന്ന് സംരക്ഷണമില്ലാത്ത, വെളിച്ചമോ വായു സഞ്ചാരമോ ഇല്ലാത്ത, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യങ്ങളില്ലാത്ത ആ ഇരുമ്പ് പെട്ടികളിൽ ആഴ്ചകളോളം അവർ അടയ്ക്കപ്പെട്ടു. സൈബീരിയയിലെയും ഖസാക്കിസ്ഥാനിലെയും കിർഗിസ്ഥാനിലെയും മഞ്ഞുമൂടിയ വിജനമായ പീഠഭൂമികളിലേക്കായിരുന്നു ആ ഭീതിതമായ തീവണ്ടികളുടെ യാത്ര. ആ മരണയാത്രയിൽ വിശപ്പും ദാഹവും വായുവിന്റെ കുറവും കടുത്ത തണുപ്പും ഒപ്പം ടൈഫസ് പോലുള്ള പകർച്ചവ്യാധികളും വില്ലന്മാരായി വന്നു. ദിവസങ്ങളോളം ആഹാരമോ ഒരു തുള്ളി വെള്ളമോ ഇല്ലാതെ പിഞ്ചുകുട്ടികളും മുതിർന്നവരും ആ വണ്ടികൾക്കുള്ളിൽ മരിച്ചു വീണു. മൃതദേഹങ്ങൾ വണ്ടിക്കുള്ളിൽ ചീഞ്ഞു തുടങ്ങി. വണ്ടി ഏതെങ്കിലും വിജനമായ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ആ മൃതദേഹങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാൻ മാത്രമാണ് വാതിലുകൾ അല്പനേരം തുറന്നത്. സ്വന്തം മക്കളുടെയോ മാതാപിതാക്കളുടെയോ മൃതദേഹങ്ങൾ ആചാരപ്രകാരം മണ്ണടക്കാൻ പോലും അനുവദിക്കാതെ ആ മഞ്ഞിലേക്ക് സൈനികർ ക്രൂരമായി വലിച്ചെറിഞ്ഞു. സ്വന്തം പ്രിയപ്പെട്ടവരുടെ ശവശരീരങ്ങൾ വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആ സാധുക്കൾക്ക് സാധിച്ചുള്ളൂ. ആഴ്ചകൾ നീണ്ട ആ നരകയാത്രയ്ക്കൊടുവിൽ അവർ ഖസാക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും എത്തിപ്പെടുമ്പോൾ ആ മൊത്തം ജനസംഖ്യയുടെ 1/3 ഭാഗവും, അതായത് 1.5 ലക്ഷത്തിലധികം മനുഷ്യർ ആ യാത്രയിലും ആദ്യ നാളുകളിലെ കഠിനമായ ജോലിയിലും മരണത്തിന് കീഴടങ്ങിയിരുന്നു. അതിജീവിച്ചവരെ ഭീകരമായ തണുപ്പുള്ള കാടുകളിലും പീഠഭൂമികളിലും ലേബർ ക്യാമ്പുകളിലുമായി വിന്യസിച്ചു. അവിടെയും അവർക്ക് പൗരന്മാരുടെ യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രത്യേക കുടിയേറ്റക്കാർ എന്ന പേരിൽ അവരെ നിരന്തരം നിരീക്ഷണത്തിലാക്കിയിരുന്നു. അതിനുശേഷം ചെച്നിയ എന്ന രാജ്യം തന്നെ ലോക ഭൂപടത്തിൽ നിന്ന് തികച്ചും തുടച്ചു നീക്കപ്പെട്ടു. ചെച്ചൻ ഇംഗുഷ് സ്വയംഭരണ പ്രദേശത്തെ സോവിയറ്റ് ഭരണകൂടം ഔദ്യോഗികമായി ഇല്ലാതാക്കി. അവരുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിലമതിക്കാനാവാത്ത ചരിത്ര രേഖകളും പുരാതന ലൈബ്രറികളും മോസ്കുകളും സ്മാരകങ്ങളും സോവിയറ്റ് സൈന്യം കത്തിച്ച് ചാമ്പലാക്കി.
അവരുടെ നാടിന്റെ പേര് പോലും ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. അവരുടെ തനിമയാർന്ന ഗ്രാമങ്ങളിലെ തെരുവുകൾക്കും മലനിരകൾക്കും റഷ്യൻ പേരുകൾ നൽകുകയും റഷ്യക്കാരെയും ദാഗിസ്ഥാനികളെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. ഒരു ജനത അവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതാക്കാനായിരുന്നു സ്റ്റാലിന്റെ ശ്രമം. എന്നാൽ ചരിത്രത്തിന്റെ നീതി മറ്റൊന്നായിരുന്നു. 1953 ജോസഫ് സ്റ്റാലിന്റെ മരണശേഷമാണ് ഈ കറുത്ത അധ്യായത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത്. തുടർന്ന് അധികാരത്തിൽ വന്ന നികിത ക്രൂഷ്ചേവ് സ്റ്റാലിന്റെ ക്രൂരമായ തീരുമാനങ്ങളെയും വംശഹത്യകളെയും പരസ്യമായി അപലപിച്ചു. 13 വർഷത്തെ ദീർഘവും വേദനാജനകവുമായ നാടുകടത്തലിന് ശേഷം 1957 അതിജീവിച്ച ചെച്ചൻ ഇംഗ്ലീഷ് ജനതയ്ക്ക് സ്വന്തം ജന്മനാട്ടിലേക്ക് തിരികെ വരാൻ ഔദ്യോഗികമായി അനുവാദം ലഭിച്ചു. പക്ഷേ തിരികെ എത്തിയവർ കണ്ടത് തങ്ങളുടെ പ്രിയപ്പെട്ട വീടുകളിൽ അന്യർ താമസിക്കുന്നതാണ്. തങ്ങളുടെ പൂർവികരുടെ പവിത്രമായ ഖബറിടങ്ങൾ തകർക്കപ്പെട്ട് റോഡുകളാക്കി മാറ്റിയതാണ്. എങ്കിലും തങ്ങളുടെ മാതൃഭൂമിയെ അതിരറ്റ രീതിയിൽ നെഞ്ചിലേറ്റിയ ആ വീരജനത പിന്മാറിയില്ല. അവർ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷികളെ പോലെ സ്വന്തം മണ്ണിൽ വീണ്ടും തങ്ങളുടെ ജീവിതവും സംസ്കാരവും വീണ്ടെടുത്തു. 2004 യൂറോപ്യൻ പാർലമെന്റ് ഓപ്പറേഷൻ ലെൻഡിൽ എന്ന ഈ ക്രൂരമായ നാടുകടത്തലിനെ ഒരു വംശഹത്യയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വെറും ഒരു സൈനിക ദൗത്യമായിരുന്നില്ല അത്. ഒരു ജനതയുടെ സംസ്കാരത്തെയും അവരുടെ ആത്മാവിനെയും പരിപൂർണമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വംശഹത്യകളിൽ ഒന്നായിരുന്നു. ഭൂപടത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഒരു ജനതയെ ഒരൊറ്റ ദിവസം കൊണ്ട് അടർത്തി മാറ്റാൻ ഏകാധിപതികൾ ശ്രമിച്ചെങ്കിലും കഠിനമായ ദുരന്തങ്ങളെ അതിജീവിച്ച് സ്വന്തം മണ്ണിലേക്ക് തിരികെ എത്തി പുതിയൊരു പുലരി തീർത്ത അവരുടെ കഥ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അതിജീവനത്തിന്റെയും ധീരതയുടെയും പ്രതീകമായി എന്നും നിലകൊള്ളുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.